മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സഹായമായി ലഭിച്ച തുകയിൽ നിന്ന് EMI ഈടാക്കിയതിലുള്ള പ്രതിഷേധം ശക്തമാവുകയാണ്. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. യൂത്ത് ലീഗ് മാർച്ചിൽ സംഘർഷമുണ്ടായി. സുർജിത്ത് അയ്യപ്പത്ത് വിവരങ്ങൾ നൽകാനുണ്ട്. സുർജിത്ത്, ബാങ്ക് ഈ തീരുമാനം ഇന്നലെ തന്നെ തിരുത്തിയിരുന്നെങ്കിലും വളരെ ശക്തമായ പ്രതിഷേധമാണല്ലോ യുവജന സംഘടനകളുടെ ഭാഗത്തുണ്ടാകുന്നത്. സർക്കാർ നൽകിയ ധനസഹായമാണ് EMI ആയി ബാങ്കുകൾ പിടിച്ചത്. അതിനെതിരായിട്ടുള്ള പ്രതിഷേധം, യുവജന സംഘടനകളുടെ പ്രതിഷേധമാണല്ലോ ഇപ്പോൾ നമ്മൾ കാണുന്നത്. എന്താണ് സുർജിത്ത് അവിടെ നിന്നുള്ള വിവരങ്ങൾ? ഗോപി, സമരം മറ്റൊരു ദിശയിലേക്ക് മാറുന്നു. ആ ഒരു കാഴ്ചയാണ് ഇവിടെ നടക്കുന്നത്. എന്തായാലും സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിലേക്ക് സമരം മാറുകയാണ്. ഒരു ഭാഗത്ത് DYFI പ്രവർത്തകരും ഒരു ഭാഗത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിലുള്ള വാക്കേറ്റത്തിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അവർ തള്ളിക്കയറാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. രണ്ട് വിഭാഗവും നിന്നുകൊണ്ട് സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. ഇതിനിടയിൽ ഒരു കർഷകനായിട്ടുള്ള ഒരാൾ, അതായത് ആ മേഖലയിൽ ഈ ഗ്രാമീൺ ബാങ്കിൽ നിന്ന് വായ്പയെടുത്ത ഒരു രാജേഷ് എന്ന് പറയുന്ന ഒരാൾ എത്തി. അദ്ദേഹത്തിന്റെ 20 പശുക്കളും ഈ ദുരന്തത്തിൽ ചത്തുപോയതാണ്. അദ്ദേഹത്തിന്റെ വായ്പയും സമാനമായ രീതിയിൽ തന്നെ EMI പിടിച്ചിരുന്നു. ആ EMI പിടിച്ച തുക ഇതുവരെ ബാങ്കിൽ നിന്ന് തിരിച്ച് ക്രെഡിറ്റ് ആയിട്ടില്ല എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഇതേ തുടർന്നാണ് അതിപ്പോൾ മറ്റൊരു ദിശയിലേക്ക് ഈ സമരം മാറുന്ന തരത്തിലാണ്. ഇപ്പോൾ DYFI പ്രവർത്തകരും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും തമ്മിൽ ചേരിതിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ. ഇതിനിടയിൽ ബാങ്ക് അധികൃതർ ഇവിടേക്ക് എത്തിയിരുന്നു, DYFI പ്രവർത്തകരുമായി സംസാരിച്ചിരുന്നു. ആ സംസാരത്തിനിടയിൽ ചില വാക്കേറ്റങ്ങളുണ്ടായി. ബാങ്ക് അധികൃതർ മാപ്പ് പറയണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും DYFI പ്രവർത്തകർ ഉന്നയിച്ചത്. മാത്രമല്ല ഈ തുക എത്രയും വേഗം തിരിച്ചിടണമെന്ന ആവശ്യം ഉന്നയിച്ചു. ഇതിനിടയിലാണ് ഇങ്ങനെ ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് മാറിയത്. DYFIയും യൂത്ത് കോൺഗ്രസും ഒക്കെ ഒരേ ആവശ്യത്തിന്റെ പേരിലാണല്ലോ അവരുടെ പ്രതിഷേധം നടക്കുന്നത്. എന്താണ് ഈ യുവജന സംഘടനകളുടെ പ്രവർത്തകർ തമ്മിലേറ്റുമുട്ടാൻ കാരണമായത്? ഒരു വിഭാഗം, അതായത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിൽ സർക്കാരിനെതിരെയും മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അവർ മറുഭാഗത്ത്, അതായത് ഇതിന്റെ മറ്റൊരു ഭാഗത്ത് കേന്ദ്രീകരിക്കുകയായിരുന്നു. ഇതിനിടയിൽ യൂത്ത് ലീഗിന്റെ മാർച്ച് കൂടി വന്നു. അവർ ഈ ഗ്രാമീൺ ബാങ്കിനൊപ്പം സർക്കാരിനെയും എതിരെയും മുദ്രാവാക്യം വിളിക്കുന്നുണ്ടായിരുന്നു. അത് വലിയ രീതിയിലുള്ള പ്രകോപനത്തിലേക്ക് വഴിമാറി പരസ്പരം ചേരിതിരിഞ്ഞ് പ്രതിഷേധിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയതാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു വിഭാഗം യൂത്ത് ലീഗിന്റെ മാർച്ച് പുറകിലൂടെ, അതായത് കെട്ടിടത്തിന്റെ പിറകിലൂടെ അകത്തേക്ക് തള്ളിക്കയറി. ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, ഒരു വിഭാഗം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, യൂത്ത് ലീഗ് പ്രവർത്തകർ പരസ്പരം ഇപ്പോൾ അത് ഏറ്റുമുട്ടലിലേക്ക് വഴിമാറുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിയുന്നത്. പരസ്പരം ചേരിതിരിഞ്ഞ് ഇപ്പോൾ ഇങ്ങനെ വലിയ പ്രതിഷേധത്തിലേക്ക് വഴിമാറുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. DYFI പ്രവർത്തകരും അതോടൊപ്പം തന്നെ മറ്റ് UDF യുവജന സംഘടനകൾ, അതായത് യൂത്ത് ലീഗും ഒപ്പം തന്നെ യൂത്ത് കോൺഗ്രസും തമ്മിലാണ് ഇപ്പോൾ അങ്ങനെ ഒരു രീതിയിലേക്ക് ഇതിന്റെ കാര്യങ്ങളെല്ലാം തന്നെ മാറുന്ന ഒരു അവസ്ഥ. ഇപ്പോൾ പോലീസ് നിയന്ത്രിക്കുന്നത് ഈ രണ്ട് യുവജന സംഘടനകളുടെ പ്രവർത്തകർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിയന്ത്രിക്കാനാണോ പോലീസ് ഇപ്പോൾ ഇടപെടുന്നത്? ഇപ്പോൾ പരസ്പരം അവരെ നിയന്ത്രിക്കാനുള്ള ഒരു പാടുപെടലാണ് ഇപ്പോൾ പോലീസ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇരുവിഭാഗവും തമ്മിൽ എന്നുള്ള രീതിയിലേക്കാണ് ഇപ്പോൾ സമരം മാറിയിരിക്കുന്നത്. ഈ വിഷയത്തിന്റെ യഥാർത്ഥ കാരണം എന്ന് പറയുന്നത് ഈ ബാങ്കുകൾ പിടിച്ചെടുത്ത, അതായത് ഈ എഫക്റ്റഡ് ഏരിയയിൽ ഉള്ള ആളുകളിൽ നിന്ന് വായ്പാ തുകയായി തിരിച്ചടവ് EMI തുക പിടിച്ചെടുക്കുന്ന ഒരു സമീപനമാണ് ഉണ്ടായത്. ഈ വിഷയത്തിലാണ് ഇങ്ങനെ ഒരു പരസ്പരം ചേരിതിരിഞ്ഞ് ഉള്ള രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നത്. എന്തായാലും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മാറ്റിയിരിക്കുകയാണ്. ഒരു ഭാഗത്തേക്ക് യൂത്ത് ലീഗ് പ്രവർത്തകർ ഈ DYFIക്കാർക്ക് പിറകിലായി നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇപ്പോൾ DYFIയും ഒപ്പം തന്നെ ഇപ്പോൾ നിലവിൽ ശാന്തമായൊരു അവസ്ഥയാണുള്ളത്. DYFI പ്രവർത്തകരും ഒരു ഭാഗത്ത് സമരം നടത്തുന്നു, അതിന് പിറകിലായി യൂത്ത് ലീഗ് സമരം നടത്തുന്നു. മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസും കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പോൾ നിലവിൽ കാണാൻ കഴിയുന്നത്. എന്തായാലും ഈ വിഷയം എന്ന് പറയുന്ന വിഷയത്തിന് മുകളിലാണ് ശരിക്കും യഥാർത്ഥത്തിൽ സമരം തുടങ്ങിയതെങ്കിൽ ഇത് പരസ്പരം ഉള്ള വാക്കേറ്റത്തിന്റെ ഇടമായി പിന്നീട് അത് ഒരു സംഘർഷത്തിന് വഴിമാറുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്ന ഒരു പൊതുസ്ഥിതിയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും പ്രക്ഷോഭം തുടരുന്നു, പ്രതിഷേധം തുടരുന്നൊരവസ്ഥയുണ്ട്. DYFIയുടെ നേതാക്കൾ ഇവിടെ ഒരു ഭാഗത്തുണ്ട്, മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തെത്തി നിൽക്കുന്നുണ്ട്. അതിന് പിറകിലായി യൂത്ത് ലീഗ് പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. ഇപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കാം, വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതർക്ക് സർക്കാർ നൽകിയ അടിയന്തര ധനസഹായത്തിൽ നിന്ന് ബാങ്കുകൾ EMI പിടിച്ചതിനെതിരായിട്ടുള്ള പ്രതിഷേധമാണ്
ഇന്ന് ഗ്രാമീൺ ബാങ്കിന് മുന്നിലേക്ക് യുവജന സംഘടനകളെ എത്തിച്ചത്. അതിൽ ഡിവൈഎഫ്ഐയും അതോടൊപ്പം തന്നെ UDF-ലെ യുവജന സംഘടനകളും, അതായത് യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസ് പ്രതിനിധികളും ഉണ്ടായിരുന്നു. ഇവർ തമ്മിൽ പരസ്പരം വാക്കേറ്റം ഉണ്ടാവുകയും പരസ്പരം ഏറ്റുമുട്ടലിന്റെ വക്കിലേക്ക് എത്തുകയും ചെയ്തിരിക്കുന്നു. അതിനെ തുടർന്ന് പോലീസ് ഇപ്പോൾ ഇടപെട്ടിരിക്കുന്നത് ഈ യുവജന സംഘടനകളിലെ പ്രവർത്തകർ, അതായത് പ്രതിഷേധവുമായി എത്തിയ UDF-ലെ യുവജന സംഘടനകളുടെ പ്രവർത്തകരും DYFI പ്രവർത്തകരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ നിയന്ത്രിക്കാനാണ്. പ്രശ്നം ഇപ്പോൾ ഏറെക്കുറെ ശാന്തമായി പരിഹരിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. DYFI പ്രവർത്തകരും യൂത്ത് ലീഗ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും രണ്ട് ഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യം വിളികൾ നടത്തുകയാണ്. അതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിന്റെ തത്സമയ വിവരങ്ങൾ നമുക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. സുർജിത്തിലേക്ക് പോകാം കൂടുതൽ വിവരങ്ങൾക്കായി. സുർജിത്ത്, ഇപ്പോൾ അവർക്കിടയിലെ പ്രശ്നങ്ങൾ സെറ്റിലായി എന്ന് തോന്നുന്നു. ഇരു യുവജന സംഘടനകളിലെ പ്രവർത്തകർ ഇരുഭാഗങ്ങളിൽ തിരിഞ്ഞ് മുദ്രാവാക്യം വിളിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഇവിടെ കാണുന്നത്. എന്താണ് വിവരങ്ങൾ? നിലവിലിപ്പോൾ അങ്ങനെ ഒരു പ്രതിഷേധം, അതായത് അതിന് പരസ്പരമുള്ള ഒരു തിരിഞ്ഞുള്ള പ്രതിഷേധത്തിന് അയവ് വന്നിരിക്കുകയാണ്. ഈ വിഷയത്തിലേക്ക് നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കർഷകൻ ഇവിടേക്ക് എത്തിയിരുന്നു. രാജേഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിലേക്കൊന്ന് നമുക്ക് ഇതിനകത്ത് പോകേണ്ടതുണ്ട്. എന്തായാലും രാജേഷ് ഇതുമായി ബന്ധപ്പെട്ടൊരു അഭിപ്രായം പറയും. എന്താണ് സംഭവിച്ചതെന്നുള്ള അഭിപ്രായം അദ്ദേഹം തന്നെ വ്യക്തമാക്കും. രാജേഷ് എത്ര രൂപ വായ്പ എടുത്തിരുന്നു? എന്താണ് പൈസ പിടിച്ചോ? പൈസ തിരിച്ചു കയറിയോ? ഇല്ല, കയറിയിട്ടില്ല. ഞാൻ 1 ലക്ഷം രൂപയാണ് വായ്പ എടുത്തത്. പശു വാങ്ങാൻ വേണ്ടിയാണ് വായ്പ എടുത്തത്. അതിലെൻ്റെ 8 പശുക്കളും പോയി. ഇപ്പോൾ അതിൽ ഗവൺമെൻറ് പ്രകാരം 5000 റുപ്യ കയറിയിട്ടുണ്ടായിരുന്നു. 10,000 റുപ്യാണ് കയറേണ്ടത്. 5000 റുപ്യ കയറിയിട്ടുണ്ടായിരുന്നു. 5000 റുപ്യയിൽ 3400 റുപ്യ കട്ടായിക്കണ്. ബാക്കി 1600 റുപ്യ ഉണ്ടായി. പിറ്റേ ദിവസം 16-ാം തീയതി പിന്നെ 5000 റുപ്യ കയറി. മൊത്തം ഇപ്പോൾ 6500 റുപ്യാണ് 6400 റുപ്യാണ് ഉള്ളത്. 3500 റുപ്യ കയറിയിട്ടില്ല. ഇദ്ദേഹം ഒരു കർഷകനാണ്. ഇദ്ദേഹം പശുക്കൾക്ക് വേണ്ടിയാണ്, പശുക്കളെ വാങ്ങാനാണ് വായ്പ എടുത്തത്. ആ വായ്പാ തുക EMI തുക ഈ ധനസഹായമായി ലഭിച്ച പൈസയിൽ നിന്ന് ആ തുക പിടിച്ചു എന്നുള്ളതാണ്. എന്തായാലും ഇവിടെ പ്രതിഷേധം തുടരുന്നു. ഒരു ഭാഗത്ത് യൂത്ത് ലീഗിന്റെ നേതാവ് ഷിഹാബിനെ നമുക്ക് ദൃശ്യത്തിൽ കാണാം. അത് പോലീസുമായി തർക്കിക്കുന്നതാണ് ദൃശ്യത്തിൽ കാണുന്നത്. DYSPയും CIA ഉൾപ്പെടെയുള്ളവർ, കൽപ്പറ്റ DYSPയും CIA ഉൾപ്പെടെയുള്ളവർ ഇവിടെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. യൂത്ത് ലീഗിന്റെ നേതാവാണ് ഷിഹാബ്. അതോടൊപ്പം മറുഭാഗത്ത് DYFIയുടെ പ്രതിഷേധം തുടരുന്ന ഒരു സാഹചര്യമാണുള്ളത്. എന്തായാലും ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷം അത് ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. കാരണം ഇതിനിടയിൽ ബാങ്ക് അധികൃതർ ഇവിടേക്ക് എത്തി. അവരുമായി DYFI പ്രവർത്തകർ ചർച്ച നടത്തുകയായിരുന്നു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇതിന്റെ ഗേറ്റാണ് ഉപരോധിച്ചിരുന്നത്. ആ ഗേറ്റിൽ നിന്ന് ഇവിടേക്ക് ഉടൻ തന്നെ പാഞ്ഞ് എത്തുകയായിരുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. അവർ ഇവിടേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. ഇത് വലിയ രീതിയിലുള്ള വാക്കേറ്റത്തിലേക്ക് വഴിമാറി. ആ വാക്കേറ്റം പിന്നീട് ഒരു സംഘർഷത്തിന്റെ അവസ്ഥയിലേക്ക് എത്തി. ഇതിനിടയിലാണ് റോഡിലൂടെ യൂത്ത് ലീഗ് പ്രവർത്തകർ ഇതിന്റെ പിറകിലൂടെ, ഈ ബിൽഡിങ്ങിന്റെ പിറകിലൂടെ എത്തുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുള്ളത്. എന്തായാലും ഇവിടെ ആരുടെ അച്ചാരം വാങ്ങിയിട്ടാണ് ഇങ്ങനെ തടഞ്ഞുകൊണ്ടിരിക്കുന്നത്? മുണ്ടക്കയില് സാധാരണക്കാരൻ അവിടുത്തെ സകല സമ്പാദ്യവും നഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത്. അവര് ക്യാമ്പുകളിലാണ്. അവർക്ക് ദുരിതാശ്വാസവുമായി ബന്ധപ്പെട്ട് യാതൊന്നും നടക്കുന്നില്ല എന്ന് മാത്രമല്ല, അടിയന്തര ധനസഹായം ആകെ കിട്ടിയത് 400 കുടുംബത്തിനാണ് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. ആ 400 കുടുംബത്തിന്റെ പിച്ചച്ചട്ടിയിലാണ് ഇവിടുത്തെ ബാങ്കുകൾ ഇപ്പോ കൈയിട്ട് വാരിക്കൊണ്ടിരിക്കുന്നത്. ബാങ്കുകൾ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഇവരുടെ കടബാധ്യതകൾ മുഴുവൻ എഴുതി തള്ളണമെന്നാണ്. ആ ബാധ്യത എഴുതി തള്ളുന്നതിന് പകരം ഇവരിപ്പോഴും അവരുടെ സാധാരണക്കാരന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വരുന്ന അവസ്ഥയാണ് ഇവിടെ കാണുന്നത്. ഇതിനെതിരെയാണ് ഞങ്ങൾ പറയുന്നത്. ഇവിടുത്തെ മുണ്ടക്കയിലെയും ചൂരൽമലയിലെയും അവസാനത്തെ ആളുടെയും ഈ ദുരന്തം ബാധിച്ച അവസാനത്തെ ആളുടെയും പൂർണ്ണമായ കടബാധ്യതകൾ മുഴുവൻ ബാങ്കുകളും എഴുതി തള്ളണം. ഞങ്ങളുടെ ആവശ്യം അതാണ്. മൊറട്ടോറിയം എന്ന മൊറട്ടോറിയം കാണിച്ച് താൽക്കാലികമായി ഈ ജനങ്ങളെ പറ്റിക്കുന്ന ഏർപ്പാടിന് ഞങ്ങൾ സമ്മതിക്കില്ല. ഇന്നലെ നിങ്ങൾ കണ്ടു, ഒരു സാധാരണ വീട്ടമ്മയുടെ അക്കൗണ്ടിൽ നിന്നാണ് ഇവർ EMI പിടിച്ചത്. ഇത് ഇന്നലെയല്ല, ദുരന്തം നടന്ന് 4ാമത്തെ ദിവസം മുണ്ടക്കയിലെ ഒരു ചെറുപ്പക്കാരന്റെ ബാങ്ക് അക്കൗണ്ടിൽ ആകെ ഉണ്ടായിരുന്ന 3600 രൂപയിൽ നിന്ന് 3200 രൂപ പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ. അവരൊക്കെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടിയവരാണ്. ആ ദുരന്തം നേരിൽ കണ്ട് അവർ ഇറങ്ങി ഓടിയ ആളുകളാണ്. ആ കുടുംബങ്ങളുടെ കയ്യിൽ നിന്നാണ് ഇവരിങ്ങനെ ഈ പണം പിടിച്ചെടുക്കുന്നത്. ഇതൊരിക്കലും അനുവദിച്ചു കൊടുക്കാൻ കഴിയില്ല. കാരണം അടിയന്തര ധനസഹായം പോലും ഈ സമയം വരെ പല കുടുംബങ്ങൾക്കും കിട്ടിയിട്ടില്ല. ഞങ്ങൾ ഇന്നലെയും കണക്കെടുത്തപ്പോ 382 കുടുംബങ്ങൾക്കാണ് ആകെ അടിയന്തര ധനസഹായമായ 10,000 രൂപ കിട്ടിയിട്ടുള്ളത്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ ഇനി അങ്ങോട്ട് പോകണമെന്നറിയാതെ ക്യാമ്പുകളിലാണുള്ളത്. ആ ക്യാമ്പുകളിൽ നിൽക്കുമ്പോഴാണ് അവർക്ക്
മൊബൈൽ കമ്പനികൾ സൗജന്യമായി കൊടുത്ത മൊബൈൽ ഫോണിൽ ഇപ്പോ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങളുടെ EMI ഞങ്ങൾ പിടിച്ചെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട്. ഇതൊരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഞങ്ങൾ എല്ലാ ബാങ്കുകൾക്ക് മുമ്പിൽ സമരം ചെയ്യും. ഇത്തരത്തിൽ ബജാജ് അടക്കമുള്ള സംവിധാനങ്ങൾ നടത്തുന്ന ഈ കൊള്ളക്കെതിരെ ഞങ്ങൾ പോരാട്ടം നടത്തുക തന്നെ ചെയ്യും. ഇതാണ് ഇവരുടെ ഡിമാൻഡ്, ഇതാണ് ഇവരുടെ നിലപാട്. ഇത്തരത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കുമെന്നുള്ള തരത്തിൽ തന്നെയുള്ള നിലപാടാണ് പങ്കുവെക്കുന്നത്. ഇപ്പുറത്ത് DYFIയുടെ പ്രതിഷേധം ഒരു ഭാഗത്ത് തുടരുന്നു. നേരത്തെ സംസാരിച്ചത് യൂത്ത് ലീഗിന്റെ നേതാവായിട്ടുള്ള ഷിഹാബാണ്. ഇവിടെ ഇത്തരത്തിൽ പ്രതിഷേധം വ്യാപിപ്പിക്കുകയാണ്. എന്താണ് DYFIയുടെ നിലപാട് എന്നുള്ളത് ചോദിക്കാം. എന്താണ് DYFIയുടെ നിലപാട്? DYFI നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയതാണ്. DYFI രാവിലെ 7 മണി മുതൽ ഇവിടെയുള്ള 3 കവാടങ്ങൾ ഉപരോധിച്ചുകൊണ്ടുള്ള ശക്തമായ സമരമാണ്. ഇപ്പൊ നേരത്തെ ഉദ്യോഗസ്ഥർ വന്നപ്പോൾ പറഞ്ഞിരുന്നത് അക്കൗണ്ടിലേക്ക് പൈസ കയറിയെന്നാണ്, മാനേജർ ഉൾപ്പെടെയുള്ള ആളുകൾ. എന്നാൽ ഞങ്ങളുടെ സമരത്തിലേക്ക് രാജേഷ് എന്ന് പറയുന്ന ചൂരൽമല നിവാസി, ഇതിന് ദുരിതം അനുഭവിക്കുന്ന ഒരാൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പരിശോധിക്കുമ്പോൾ തിരിച്ച് കയറിയിട്ടില്ല, അദ്ദേഹത്തിന്റെ അക്കൗണ്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് അനുഭവം. അതിന്റെ അടിസ്ഥാനത്തിൽ മാനേജർ ഉൾപ്പെടെയുള്ള ആളുകളെ നമ്മൾ തടഞ്ഞു വെച്ചിട്ടുണ്ട്, അവരുമായി സംസാരിക്കുന്നുണ്ട്. അടിയന്തരമായി പണം പൂർണ്ണമായും അക്കൗണ്ടിലേക്ക് തിരിച്ചു കയറിയതിന് ശേഷം മാത്രമേ DYFI സമരം അവസാനിപ്പിക്കൂ. അതോടൊപ്പം തന്നെ നേരത്തെ ഞങ്ങൾ ആദ്യം പ്രഖ്യാപിച്ചതുപോലെ തന്നെ കേരളീയ സമൂഹത്തോട് മാപ്പ് പറയുക കൂടെ ഇവർ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുൾപ്പെടെ കഴിഞ്ഞാൽ മാത്രമേ DYFI ഈ സമരം അവസാനിപ്പിക്കൂ. DYFI നേരത്തെ രാവിലെ മുതൽ ഇവിടെ സമരം ചെയ്യുകയാണ്. അനാവശ്യമായ ചില പ്രവണതകൾ മറ്റു ചില സംഘടനകളുടെ ഭാഗത്തുണ്ട്, അതൊന്നും ഞങ്ങൾ മുഖലേക്ക് എടുക്കുന്നില്ല. ഇവിടെ വിഷയം എന്ന് പറയുന്നത് ഈ ഗ്രാമീൺ ബാങ്ക് എടുത്ത മനുഷ്യത്വരഹിതമായ നിലപാടാണ്. അതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഞങ്ങൾ സമരം. എന്തായാലും ഈ കോഴ്സ് ആണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ ബാങ്കുകൾ വായ്പാ തുക സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്ന് പോലും വായ്പാ തുക EMI ആയി പിടിച്ചിരിക്കുന്നു എന്നുള്ളത് ആ കോഴ്സ് ആണ് ആധാരം. അതിനകത്ത് ഇടയിലാണ് ഇത്തരത്തിൽ അനിഷ്ട സംഭവങ്ങൾ ഇവിടെ ഉണ്ടായത്. യുവജന സംഘടനകൾ പരസ്പരം പോരടിക്കുന്ന നിലയിലേക്ക് എത്തിയത് ഇതിന്റെ ഒരു സാഹചര്യത്തിലാണ്. നമുക്ക് ഇതിനകത്ത് ഒരു സമരം നടക്കുന്നുണ്ട്. ഇതിന്റെ അകത്ത് യൂത്ത് ലീഗിന്റെ സമരം, DYFIയുടെ സമരത്തിന്റെ പിറകിലായി യൂത്ത് ലീഗിന്റെ സമരത്തിലേക്ക് കൂടി നമുക്കൊന്ന് പോകാം. യൂത്ത് ലീഗ് പ്രവർത്തകർ ഇതിന്റെ പിറകിലെ ഗേറ്റിലൂടെയാണ് എത്തിയത്. അതിനുശേഷം ഇവർ ഇവിടേക്ക് എത്തുകയും ഇങ്ങനെ ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായി ഇവർ ഇവിടെ കൂടി നിൽക്കുന്ന ഒരവസ്ഥയാണ് നിലവിലുള്ളത്. എന്തായാലും ഈ പ്രതിഷേധം തുടരുന്ന ഒരു സ്ഥിതി ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ഇത് മുകളിലേക്ക് കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇതിന് മുകളിലേക്ക് കയറിയ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇവരുടെ നേതാക്കളോട് സംസാരിക്കാം എന്താണ് അവസ്ഥ എന്നുള്ളത്. നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുപോകുന്നത്? എങ്ങനെയാണ് ഈ സമരം മുണ്ടക്കയിലെ, ചൂരൽമലയിലെ, അട്ടമലയിലെ എല്ലാം നഷ്ടപ്പെട്ടവർ, വീട് നഷ്ടപ്പെട്ടവർ, ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർ, കൃഷി നശിച്ചവർ, വലിയ നഷ്ടം, കേരള സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടം നേരിട്ട ദുരന്തബാധിതരായ ഇരകൾക്ക് 18 ദിവസത്തിന് ശേഷമാണ് സർക്കാർ നൽകിയ നക്കാപ്പിച്ചയായ 10,000 രൂപ. അതും പലർക്കും കിട്ടിയിട്ടില്ല. അതിൽ തന്നെ ബാങ്കുകൾ തിരിച്ചടവ്, ആ പണത്തിൽ നിന്ന് തിരിച്ചടവ് എടുത്തുമാറ്റി എന്നുള്ളത് കേരളം കണ്ട ഏറ്റവും വലിയ മനുഷ്യത്വ വിരുദ്ധമായ പ്രവർത്തനമാണ്. നേരത്തെ ഗവൺമെന്റ് സർവകക്ഷി യോഗത്തിൽ പറഞ്ഞിട്ടുള്ളത് മുഴുവൻ കടങ്ങളും ഇവിടെ വീടിനും എന്തിനാണ് ഇവർ ലോൺ എടുത്തിട്ടുള്ളത്? വീട് വെക്കുന്നതിന് വേണ്ടിയും അതോടൊപ്പം തന്നെ കന്നുകാലി പരിപാലനത്തിനും വേണ്ടി ലോൺ എടുത്തവർ ആ പാവങ്ങളുടെ കടങ്ങൾ എഴുതിത്തള്ളുമെന്ന സർക്കാരിന്റെ വാക്ക് പാഴ്വാക്കായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഈ തീരുമാനം അനുകൂലമാകുന്നത് വരെ യൂത്ത് ലീഗ് ശക്തമായി പ്രതിഷേധ രംഗത്തുണ്ടാകും. പ്രതിഷേധം തുടരുന്നു. നമുക്ക് മുകളിലേക്ക് കൂടി ഒന്ന് പോകാം. മുകളിൽ ഇങ്ങനെ ഒരു ഉപരോധം എന്നുള്ള തരത്തിൽ തന്നെയാണ് ഈ ബാങ്കിന്റെ മുകളിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറിയിരിക്കുന്നു. റീജിയണൽ ഓഫീസിന്റെ മുകളിലേക്ക് തള്ളിക്കയറിയിരിക്കുന്നു. ഒരു സംഘർഷാത്മക അന്തരീക്ഷം നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു ഭാഗത്ത് പോലീസും മറുഭാഗത്ത് മറ്റ് യുവജന സംഘടനാ പ്രവർത്തകരും ഒരു ഭാഗത്ത് ആ തരത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുന്നു. ഇപ്പോൾ ബാങ്കിന്റെ ബ്രാഞ്ചിന്റെ മുകളിലേക്ക്, അതായത് റീജിയണൽ ഓഫീസിന്റെ മുകളിലേക്ക് പ്രവർത്തകർ തള്ളിക്കയറിയിരിക്കുന്നു. അവരെ മാറ്റാൻ പോലീസ് മറുഭാഗത്ത് കേന്ദ്രീകരിക്കുന്നു. ആ തരത്തിലേക്ക് ഈ പ്രതിഷേധത്തിന്റെ രൂപം മാറുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇപ്പോൾ റീജിയണൽ ഓഫീസിന്റെ മുകളിലാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും യൂത്ത് ലീഗ് പ്രവർത്തകരും ഒരു വിഭാഗം സംഘടിച്ചു നിൽക്കുന്നത്. ആ തരത്തിലേക്ക് പ്രതിഷേധത്തിന്റെ വഴി മാറുന്നു, ദിശ മാറുന്നു. അതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നതാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. കാരണം അത്രമാത്രം വലിയ യുവജന പ്രതിഷേധം. നേരത്തെ 2 സംഘടനകൾ ആയിരുന്നു ആദ്യം തുടക്കത്തിലുണ്ടായിരുന്നത്. ഒന്ന് DYFI ആയിരുന്നു. DYFI 7:30 പ്രതിഷേധവുമായി രംഗത്തെത്തി, ഉപരോധം തുടങ്ങി. ഇതിന് പിന്നാലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി, മറുഭാഗത്തും ഉപരോധം തുടങ്ങി. ഇപ്പോഴാണ് യൂത്ത് ലീഗ് പ്രവർത്തകരെത്തിയത്. അവർ എത്തിയപാടെ ഇതിന്റെ പിറകുവാതിലൂടെ കടന്നെത്തുകയും പ്രതിഷേധവുമായി മുന്നോട്ട് വരികയും ചെയ്തു. ഇപ്പോൾ നിലവിൽ ഇവിടെ ശക്തമായ രീതിയിൽ പ്രതിഷേധത്തിന്റെ ഭാഷ മാറുന്നു, രീതി മാറുന്നു. ആ തരത്തിലേക്ക് പ്രതിഷേധം വ്യാപിപ്പിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ബാങ്കിന്റെ ഓഫീസിനകത്തേക്ക് തള്ളിക്കയറിയിരിക്കുന്നു. പക്ഷേ ബാങ്കിന്റെ ഷട്ടറുകൾ അടച്ചിട്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. ഷട്ടറുകൾ പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്.
കാരണം ഇവിടുത്തെ ഒരു പ്രതിഷേധത്തിന്റെ വഴി എന്ന് പറയുന്നത് നമുക്ക് കൃത്യമായ രീതിയിൽ തന്നെ കാണാൻ കഴിയും. അവരെ മാറ്റാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്, പക്ഷെ അവർ മാറാൻ തയ്യാറാകുന്നില്ല. ഈ മുഴുവൻ വായ്പകളും മൊറട്ടോറിയം അല്ല, മുഴുവൻ വായ്പകളും എഴുതിത്തള്ളണം എന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഇവർ ഉന്നയിക്കുന്നത്. അത്തരത്തിൽ ഈ ദുരിതബാധിതരുടെ മുഴുവൻ വായ്പകളും എഴുതിത്തള്ളണം, അല്ലാത്ത പക്ഷം ഈ സമരത്തിൽ നിന്ന് പിന്മാറുകയില്ല. ഈ കേരള ഗ്രാമീൺ ബാങ്കിന്റെയും ലീഡ് ബാങ്കിന്റെയും ഉൾപ്പെടെ മുഴുവൻ ശാഖകളും എല്ലാ ശാഖകളും സ്തംഭിപ്പിക്കും എന്നുള്ളതാണ് യുവജന സംഘടനകൾ നൽകുന്ന മുന്നറിയിപ്പ്. ഇതിന് താഴെ ബിൽഡിങ്ങിന്റെ താഴെ ഡിവൈഎഫ്ഐയുടെ ഉപരോധം രാവിലെ 7:30 മുതൽ തുടങ്ങിയതാണ്. ഡിവൈഎഫ്ഐയുടെ ഉപരോധം. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെത്തി അവർ മറുവാതിൽ ഉപരോധിക്കാൻ തുടങ്ങി. ഇതിനുശേഷം അവർ ഗേറ്റിന് മുന്നിലേക്ക് പോയി, ഗേറ്റിന് മുന്നിൽ ഉപരോധം തുടങ്ങി. ഇതിന്റെ പിന്നാലെയാണ് അല്പസമയം മുമ്പ് യൂത്ത് ലീഗിന്റെ മാർച്ച് എത്തിയത്. യൂത്ത് ലീഗിന്റെ മാർച്ച് ഇതിന്റെ പിറകിലൂടെയാണ് എത്തിയത്. പിറകിലൂടെ അവർ തള്ളിക്കയറി. ഇതിനിടയിൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ആ ഗേറ്റിൽ നിന്ന് നേരെ ഡിവൈഎഫ്ഐക്കാർ ഇരുന്നിരുന്ന അവിടെ പ്രതിഷേധിച്ചിരുന്ന ആ ഭാഗത്തേക്ക് അവരെത്തി അകത്തേക്ക് ഇടിച്ചു കയറാൻ നോക്കി. അത് ഒരു സംഘർഷത്തിന് വഴിമാറുന്ന സ്ഥിതിയിലേക്ക് വീണ്ടും കാര്യങ്ങളെത്തി. നേരെ ഇതിനിടയിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പുറകിലെത്തി. കുറച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരും ഇതിനകത്തേക്ക് ഇടിച്ചു കയറി. പിന്നീട് അവരെത്തി ഇപ്പോൾ കേരള ഗ്രാമീൺ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന്റെ കൽപ്പറ്റ റീജിയണൽ ഓഫീസിന്റെ മുകളിലേക്ക് കയറി ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്. ബാങ്ക് തുറന്നിട്ടില്ല. അതിനകത്താണ് ഇപ്പോൾ ഈ പ്രതിഷേധവുമായി ഇവർ മുന്നോട്ട് പോകുന്നത്. വലിയ രീതിയിൽ പ്രതിഷേധം വ്യാപിക്കുന്നു. ആ കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. യൂത്ത് ലീഗിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും പ്രവർത്തകർ മുകളിലും താഴെ ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ താഴെയുമായി പ്രതിഷേധവുമായി മുന്നോട്ട് എത്തിയിരിക്കുന്നു. ഇതിനിടയിൽ യുവജന സംഘടനകൾ പരസ്പരം ചേരിതിരിഞ്ഞ് ഒരു ആക്രമിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരുന്നു. പക്ഷേ അത് പിന്നീട് സംഘടനാ നേതാക്കൾ തന്നെ ഇടപെട്ട് ആ പ്രശ്നം രമ്യമായി തന്നെ പരിഹരിച്ചു. ഇപ്പോൾ 2 ഇടങ്ങളിലായി ഈ സമരം തുടരുകയാണ്. നമുക്കതിപ്പോൾ കാണാൻ കഴിയും. കാരണം യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും UDF യുവജന സംഘടനകളുടെ പ്രതിഷേധമാണ് ഒരു ഭാഗത്ത് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. താഴെ ഡിവൈഎഫ്ഐയുടെ സമരവും നടക്കുന്നു. ഇതിനിടയിൽ ഈ ഡിവൈഎഫ്ഐക്കാരുമായി ഈ ബാങ്ക് അധികൃതർ ചർച്ചയ്ക്ക് എത്തിയതാണ്. പക്ഷേ ആ ചർച്ച നടന്ന ഘട്ടത്തിൽ അവരോട് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. അതിനവർ തയ്യാറായില്ല. ഈ ഇത്തരത്തിൽ നടപടി വേഗത്തിൽ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടു. അതിനും തയ്യാറായില്ല. അത്തരത്തിൽ അങ്ങനെ നടപടി തയ്യാറാകാത്ത പശ്ചാത്തലത്തിൽ ഡിവൈഎഫ്ഐയും മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധം തുടരുകയാണ് ഉണ്ടായത്. നിലവിൽ ഇപ്പോൾ 2 ഇടങ്ങളിലായി സമരം വ്യാപിപ്പിച്ചിരിക്കുകയാണ് യുവജന സംഘടനകൾ. ഡിവൈഎഫ്ഐ ഒരു ഭാഗത്ത് താഴെ ഡിവൈഎഫ്ഐയുടെ സമരം നടക്കുന്നു, മറുഭാഗത്ത് യൂത്ത് കോൺഗ്രസിന്റെയും യൂത്ത് ലീഗിന്റെയും സമരം നടക്കുന്നു. കൽപ്പറ്റ റീജിയണൽ ഓഫീസിന് മുന്നിലാണ് ഈ ഒരു അവസ്ഥ. എന്ത് നടപടിയാണ് ഇതിന് മുകളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് ഇന്ന് ഇതിൽ എന്ത് നയപരമായ തീരുമാനം ഇതിനകത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അറിയേണ്ടത്. ഇത്തരത്തിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് തരത്തിലുള്ള ഒരു ഇടപെടൽ, എന്ത് സഹായം, എന്ത് തരത്തിലുള്ള ഇടപെടലാണ് ബാങ്കുകളുടെ ഭാഗത്തുണ്ടാവുക? കേരള ബാങ്ക് സ്വീകരിച്ച മാതൃക ഈ ബാങ്കുകൾ സ്വീകരിക്കുമെന്ന് അറിയണം. കേരള ബാങ്കുകൾ ഈ ചൂരൽമല പ്രദേശത്തെ മുഴുവൻ വായ്പകളും എഴുതി തള്ളുന്ന ഒരു സമീപനം സ്വീകരിച്ചിരുന്നു. ആ കേരള ബാങ്കിന്റെ നിലപാട് ഇവർ സ്വീകരിക്കുമോ എന്നുള്ളത് അറിയണം. ആ നടപടിയിലേക്ക് ഇവർ കിടക്കുമോ എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. അല്പസമയം മുമ്പ് രാജേഷ് എന്നൊരു കർഷകൻ എത്തിയിരുന്നു. ആ രാജേഷ് എന്ന കർഷകൻ 20ഓളം പശുക്കളെ വായ്പയെടുത്ത് വാങ്ങിയതാണ്. ആ വായ്പയെടുത്ത് വാങ്ങിയ ആ കർഷകന്റെ തുകയിൽ സർക്കാർ നൽകിയ ധനസഹായം എല്ലാം നഷ്ടപ്പെട്ട ആളാണ്. ആ നഷ്ടപ്പെട്ട ആളുടെ വായ്പാ തുകയിൽ EMI ആയി അത് പിടിച്ചെടുക്കുന്ന ഒരവസ്ഥ, സർക്കാർ നൽകിയ ധനസഹായത്തിൽ നിന്ന് പോലും അത് പിടിച്ചെടുക്കുന്ന അവസ്ഥയുണ്ടായിട്ടുണ്ട്. ആ പൈസ ഇതുവരെ കയറിയില്ല. ഡിവൈഎഫ്ഐയുടെ സമരകേന്ദ്രത്തിലേക്കാണ് ആ കർഷകൻ എത്തിയത്. അദ്ദേഹം എത്തിയ മുറയിൽ തന്നെ ഇത് അവതരിപ്പിക്കാൻ വേണ്ടി തയ്യാറായി. അത് അവതരിപ്പിച്ചതോടുകൂടി അത് കൂടുതൽ പ്രതിഷേധത്തിന് വഴിമാറി. ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചെങ്കിലും ഇത് എന്ത് നടപടിയാണ് ഇനി ഉണ്ടാവുക എന്നുള്ളതാണ്. കൂടുതൽ പോലീസ് ഈ സ്ഥലത്തേക്ക് കേന്ദ്രീകരിക്കുന്നു. ഒരു സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ ഒരു ഘട്ടത്തിൽ മാറിയിരുന്നു. അത് പരസ്പരം ഈ ഒരു സമരത്തിന്റെ കോസിനെ മറന്ന് ഒരു ഘട്ടത്തിൽ ഒരു യുവജന സംഘടനകൾ പരസ്പരം ചേരിതിരിഞ്ഞ് മറ്റൊരു രീതിയിലേക്ക്, അതായത് സംഘർഷാത്മകമായ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. പക്ഷേ അത് നേതാക്കൾ തന്നെ ഇടപെട്ട് അത് പരിഹരിച്ച് ഇപ്പോൾ 2 ഇടങ്ങളിലായി സമരം നടക്കുകയാണ്. ഈ ബിൽഡിങ്ങിന്റെ മുകളിലായി കൽപ്പറ്റ ഗ്രാമീൺ ബാങ്കിന്റെ റീജിയണൽ ഓഫീസിൽ യൂത്ത് ലീഗ്, യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തടിച്ചുകൂടിയിരിക്കുന്നു. മറുഭാഗത്ത് താഴെ ശരി സുർജിത്ത്, വയനാട്ടിലെ ദുരന്ത ബാധിതരുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ നൽകിയ അടിയന്തര ധനസഹായം, അതിൽ നിന്ന് EMI പിടിച്ച ബാങ്കുകളുടെ നടപടിക്കെതിരായിട്ടുള്ള പ്രതിഷേധം, യുവജന സംഘടനകളുടെ പ്രതിഷേധമാണ് കൽപ്പറ്റയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ പ്രതിഷേധ രംഗത്തുള്ളത് ഡിവൈഎഫ്ഐയും അതുപോലെ തന്നെ യൂത്ത് ലീഗും യൂത്ത് കോൺഗ്രസും ഒക്കെയാണ്. ആദ്യം തുടക്കത്തിൽ നേരിയ വാക്ക് തർക്കത്തിന്റെ പേരിൽ ഇരു കൂട്ടരും തമ്മിൽ പ്രശ്നങ്ങളുണ്ടായിരുന്നു. പോലീസ് ആ പ്രശ്നങ്ങൾ ഇടപെട്ട് പരിഹരിച്ചു. അതിനുശേഷം ബാങ്കിന്റെ റീജിയണൽ ഓഫീസിന്റെ 1ാം നിലയിലേക്ക് ഈ യുവജന സംഘടനാ പ്രവർത്തകർ കടന്നു കയറുകയും അവിടെ അവർ പ്രതിഷേധത്തോടുകൂടി മുദ്രാവാക്യങ്ങൾ വിളിക്കുകയുമാണ്. ഈ ദുരന്ത ബാധിതർക്ക് സർക്കാർ നൽകിയ അടിയന്തര ധനസഹായം
ധനസഹായത്തിൽ നിന്ന് EMI പിടിച്ച ബാങ്കുകളുടെ നടപടിക്കെതിരായിട്ടുള്ള പ്രതിഷേധമാണ് കൽപ്പറ്റയിൽ ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ തീരുമാനം ബാങ്കുകൾ തിരുത്തുകയും പിൻവലിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ യുവജന സംഘടനകളുടെ പ്രതിഷേധം ഇപ്പോഴും ശക്തമായി കൽപ്പറ്റയിൽ ഉണ്ട്. സുർജിത് അയ്യപ്പത്ത് ഞങ്ങളുടെ പ്രതിനിധിയാണ് കൽപ്പറ്റയിൽ നിന്ന് വിവരങ്ങൾ നൽകുന്നത്.